പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ഗോലിയാത്തിൻ്റെ അനുഭവത്തിലൂടെ വളർന്നൊരു മനുഷ്യനാണ് ദാവീദ്. ഇന്ന് ഇത് പറയാൻ കാര്യം, ഞാൻ ഒന്നുകൂടി പറയാം. അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്ന ദാവീദിനെ അനുഗ്രഹത്തിലേക്ക് മാടി വിളിക്കുന്നത് ആരാണ്? ഗോലിയാത്താണ്. ഒരു ഗോലിയാത്ത് നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അനുഗ്രഹത്തിൻ്റെ കാലമായെന്നാണ് പരിശുദ്ധാത്മാവ് നമ്മളെ വിവേചിച്ച് നൽകേണ്ടത്. കൃപാസന ധ്യാനങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, കീപ് ദ മിനിമം ഹോളി സ്പിരിറ്റ്. ഒരു മിനിമം ഹോളി സ്പിരിറ്റിനെ കീപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയുന്നില്ലെങ്കിൽ അവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ്. നമ്മുടെ ക്രൈസ്തവ സ്വത്വം അങ്ങ് സമാധിയായി പോവും. ക്രൈസ്തവ സ്വത്വത്തിൻ്റെ സമാധി ഒരു ആധ്യാത്മിക സബ്ജക്റ്റാണ്. ഇതെപ്പോഴാണ് സംഭവിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴാണ് നിനക്ക് മിനിമം ഹോളി സ്പിരിറ്റ്, മിനിമം പരിശുദ്ധാത്മാവിനെ സൂക്ഷിക്കാൻ കഴിയാണ്ട് വരുന്നത്, അപ്പോൾ യുവർ ക്രിസ്ത്യൻ എക്സിസ്റ്റൻസ് വിൽ ബി സീസ് ടു എക്സിസ്റ്റ്. സത്വം, ക്രൈസ്തവ സത്വം അങ്ങ് സമാധിയായി പോകും. ഇത് ഞാൻ ആമുഖമായി നിങ്ങളോട് പറയുകയാണ്. നമ്മളെല്ലാവരും എല്ലാ ദിവസവും ഗോലിയാത്തിനെ കണ്ടുമുട്ടാറുണ്ട്. ഗോലിയാത്ത് മരിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് എൻ്റെ ഒരു അനുഭവമാണ്, നിങ്ങളിലെല്ലാം ഞാൻ കണ്ടിട്ടുള്ളൊരു അനുഭവമാണ്. ഗോലിയാത്ത് മരിക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാര്യം, ഗോലിയാത്തില്ലാത്ത കാലങ്ങളിൽ ഫിലിസ്തീയരെ ദാവീദിനോട് പടവെട്ടിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഗോലിയാത്ത് മരിച്ചതുകൊണ്ട് ദാവീദിന് പ്രത്യേകിച്ച് ശാശ്വതമായ പ്രയോജനമില്ല എന്നാണ് ഈ പറയണത്. ഇന്ന് രാവിലെ ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയി ഈ പരിശുദ്ധ കുർബാന അർപ്പിക്കുകയായിരുന്നു. ഇപ്പം കുർബാന അർപ്പിച്ചുകൊണ്ട് ഞാൻ തിരിച്ച് കൃപാസനത്തിലൂടെ വരുമ്പോഴേ കുറേ പേര് കൃപാസനത്തിൻ്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട്. അതിലും ഒരു അപ്പനും അമ്മയും ഭയങ്കരമായ തകർന്ന തരിപ്പണമായ ഒരവസ്ഥയിൽ ആണ് നിൽക്കണത്. അപ്പോൾ അവർ മുമ്പേ ഓടി വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എങ്ങനെ ജീവിക്കുക വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ പ്രശ്നം, അവരുടെ മകൻ ഒരു പ്രത്യേക രാജ്യത്താണ്. രാജ്യമൊന്നും ഞാൻ പറയണില്ല. ആ രാജ്യത്ത് അവന് ഇപ്പം 3 കോടി രൂപ ഇവരയച്ചു കൊടുത്തിരിക്കുകയും പല കാലങ്ങളായിട്ട് അവൻ്റെ ചെലവിന് വേണ്ടിയും അവനെ പോലീസ് പിടിക്കുമെന്നാണ് അവൻ പറയണത്. അവനെ പോലീസ് പിടിക്കാം, അവനെ ജയിലിലിടും, അങ്ങനെ അവനെ കടക്കാർ കളയും, അവനെ കൊന്നു കളയും. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അവർ 50 ലക്ഷം 25 ലക്ഷമൊക്കെ അവർക്ക് കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ മാതാപിതാക്കന്മാരോട് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കേട്ടപ്പോഴേ, ഇത് ചിലപ്പോൾ സത്യമായിരിക്കും, ചിലപ്പോൾ ചില രാജ്യങ്ങളിൽ പോയി മക്കൾ കുടുങ്ങി പോകത്തില്ലേ, ചിലപ്പോൾ അവർക്ക് തന്നെ അറിയാൻ പറ്റാത്ത ചില അബദ്ധങ്ങളിൽ. ഒരിക്കൽ ഇംഗ്ലണ്ടിൽ ചെന്ന് ഒരു മനുഷ്യൻ കൃപാസനത്തിൽ പ്രാർത്ഥിച്ചു പോയതാണ്. അങ്ങനെയാണ് ആ ജോലി തന്നെ നേഴ്സായിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കിട്ടാൻ കാരണം. കിട്ടാനുള്ള സാധ്യത ഏജ് ഓവറായിരുന്നു, കിട്ടാനുള്ള സാധ്യതയില്ലായിരുന്നു. പിന്നെ യോഗ്യതാ പരീക്ഷകളെല്ലാം പ്രശ്നമായിരുന്നു. പക്ഷേ ഇവർ ഒരു പ്രെയർ കഴിഞ്ഞപ്പോൾ തന്നെ ഏജ് ഓവറായിട്ടുള്ള വൈഫിൻ്റെ അവരുടെ ബയോഡേറ്റ ബ്രിട്ടനിലുള്ള ഹോസ്പിറ്റലിൽ സ്വീകരിച്ച് അവരാണ് ആദ്യം കയറിപ്പോയത്. അതിൻ്റെ പുറകെ ഭർത്താവ് പോയി, 2 മക്കൾ പോയി. ഇപ്പോൾ 10 കൊല്ലമായിട്ട് അവിടെ താമസിക്കുകയാണ്, ജോലി ചെയ്ത് താമസിക്കുന്ന ഭർത്താവിനും ജോലിയുണ്ട്.
ഈ മനുഷ്യൻ പെട്ടെന്ന് തന്നെ വിളിച്ചിട്ട് പറയും, അച്ഛാ ഞാൻ ജയിലിലാണ് അച്ഛാ എന്ന് പറയും. ഞാൻ പറയും, എന്നാ പറ്റിയതൊന്നും പറയണ്ട അച്ഛാ, ഇനി കേസ് ഇങ്ങനെ എപ്പോഴും നടക്കുമെന്നാണ് പറയണത്. അതായത് അവിടുത്തെ ഒരു മദാമിനെ ഇയാൾ തോണ്ടിയെന്നാണ് ഒരു കഥയേ. അതായത് അവിടെ നോക്കിയ ജയിലിലാകും. അതാണ് അവസ്ഥ. പുഴവരൊക്കെ സൂക്ഷിച്ചേക്കണേ. ഓരോ രാജ്യത്തിന് വ്യത്യസ്തമായി. ഇവിടെ റേപ്പ് ചെയ്ത് കൊന്നിട്ട് പോലും ജയിലാകണമായിട്ട് തടിയൊക്കെ വെച്ചാണ് ആൾക്കാർ പ്രതികൾ പുറത്തു വരുന്നത്, നല്ല തടിയൊക്കെ വെച്ച്. രാജ്യത്തിൻ്റെ പ്രത്യേകതയാണ് അതൊക്കെ. അപ്പോഴേ ആ മദാമ പറയണത് ഇയാൾ തോണ്ടിയെന്നാണ് പറയണത്. ഇയാൾ പറയണത് ഞാൻ തോണ്ടിയിട്ടില്ല എന്നാണ് പറയണത്. അതാണ് പ്രശ്നം. പക്ഷേ ആ സംഭവം ഭയങ്കര സീരിയസ് ആയി. കാര്യം വക്കീൽ ഉടനെ വരികയാണ്. അവിടുത്തെ ഏറ്റവും വലിയ ആൾക്കാർ വക്കീലാണ്. അത് ഈ അമേരിക്കൻ രാജ്യങ്ങളിലെല്ലാം ഉള്ളത് വക്കീലന്മാരാണ്. ഏറ്റവും വലിയ ജനാധിപത്യം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വക്കീൽ ഭരണമാണ് നടക്കുന്നത് ഇവിടെയൊക്കെ. നമുക്കിങ്ങനെ മധുരമായിട്ട് തോന്നും ജനാധിപത്യത്തിൻ്റെ ഈറ്റില്ലമാണ് ആനകൂന എന്നൊക്കെ പറയുമെങ്കിലും നടക്കുന്നത് വക്കീൽ ഭരണമാണ്. വക്കീൽമാരുടെ അവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. ഇവർ ഈ തോണ്ടിയത് കണ്ടിട്ടുള്ള ആരുമില്ല. മദാമ്മയെ ഇയാൾ തോണ്ടിയ കാര്യം കണ്ടിട്ടുള്ള ആരുമില്ല. പക്ഷെ കോടതി കണ്ടിട്ടുള്ള ആൾക്കാർ വന്നുടനെ പെയ്ഡ് സാക്ഷികൾ എല്ലാത്തിനും ഉണ്ട്. അതാണ് വക്കീൽ ഭരണത്തിൻ്റെ പ്രശ്നം. അവരുടെ കയ്യിൽ കൊന്നെന്ന് ഉള്ളത് കാണാനും. കാര്യം കോടതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആത്മീയ ദുരന്തമാണ്. കാര്യം സാക്ഷികളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവിടെ കാര്യങ്ങളിരിക്കുന്നത്. കാര്യം ഞാൻ ഈ ജില്ലാ കോടതിയിൽ, ആലപ്പുഴ ജില്ലാ കോടതിയിൽ ഒരു സമരം നടത്തിയതിൻ്റെ പേരിൽ എനിക്കൊരു കേസുണ്ടായി. ആലപ്പുഴ ജില്ലാ കോടതി ചെന്നപ്പോൾ എൻ്റെ ഇടവക്കാരൻ അവിടെ ഇരിക്കണം. ഞാൻ തന്നെ വാവിളിച്ച്, എനിക്ക് സമരമൊന്നുമില്ല, കാര്യം ഞാൻ സമൂഹത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി പോരാടിയതിൻ്റെ പേരുണ്ടായ കേസാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്താ ഇവിടെ? ഞാൻ സാക്ഷി പറയാൻ വന്നിരിക്കുകയാണ്. അതെന്താ കാര്യം? അത് ഒരു വണ്ടിയുടെ കേസുണ്ടായിരുന്നു. അപ്പോൾ വണ്ടി ഇടിച്ചത് ഇനി ഞാൻ കേസ് സാക്ഷി പറയാൻ വന്നു. അപ്പോൾ നിങ്ങൾ വണ്ടി ഇടിച്ച കണ്ട? ഇല്ല ചാ, ഞാൻ ഇടയ്ക്കൊക്കെ വരാറുണ്ടെന്ന്. അത് ഇടയ്ക്കിടയ്ക്ക് ഇടിക്കണ വണ്ടിക്കെല്ലാം പുള്ളിക്കാരൻ പോയി സാക്ഷി പറയും. അതിന് 275 രൂപ എന്ത് പുള്ളിക്ക് പോലീസ് സമയത്തെ കൊടുക്കും. ഈ നിയമവാഴ്ചയുടെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അന്തരാളങ്ങളൊക്കെ ഭയങ്കരമാണ്. അതുകൊണ്ടാണ് നിങ്ങൾ പറഞ്ഞത്, അതായത് നിങ്ങൾ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വലിയ സംഭവമാണ്. നമ്മളിന്ന് പല ആൾക്കാർ, കാര്യം മീഡിയയും നിയമവാഴ്ചയൊക്കെ ആയിട്ട്, മീഡിയയും നമുക്കറിയാമല്ലോ, കടുവയാണ് വേട്ടക്കാരൻ. കടുവ കൊന്നിടുന്നവരെ എന്തു ചെയ്യും? കടുവ കഴിച്ചതിൻ്റെ ബാക്കി ഈ കാട്ടുനായ്ക്കൾ കഴിക്കും. കാട്ടുനായ്ക്കൾ കഴിച്ചതിൻ്റെ ബാക്കി കഴുകൻ കഴിക്കും. കഴുകൻ കഴിച്ചതിൻ്റെ ബാക്കി കാക്ക കഴിക്കും. കാക്ക കഴിച്ചതിൻ്റെ ബാക്കി അണുക്കൾ കഴിക്കും. അങ്ങനെയാണ് പ്രപഞ്ചത്തിലെ ഒരാളിൻ്റെ തിരുവഭാവം, ഒരു ജീവ വ്യവസ്ഥയുടെ തിരുവഭാവം അങ്ങനെയാണ്. അപ്പോൾ നിയമവാഴ്ച അടിച്ചിട്ട് കൊടുക്കുന്ന സാധനം മീഡിയ എടുക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ മീഡിയ വേട്ടയാടുന്ന ആരെയാണ്? ക്രൈസ്തവരെ വേട്ടയാടുന്നത്. എന്തുകൊണ്ടാണ്? തിരിച്ചടിക്കലെന്ന് അവന്മാർക്ക് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇതൊന്നൊരു ആണത്വമില്ലാത്ത പരിപാടിയാണ്. ഇത് ആണത്വമില്ലാത്ത പരിപാടിയാണ്. അതായത് തിരിച്ചടിക്കുകയില്ല. ഞങ്ങൾക്ക് തിരിച്ചടിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ഞങ്ങൾക്ക് നിയമം കിട്ടിയിട്ടുണ്ട്. നിൻ്റെ വലത് കർണത്തെ അടിക്കണവന് പോലും ഇടത് കർണം കാണിച്ചു കൊടുക്കാൻ നിയമം കിട്ടിയിട്ടുണ്ട്. പരമാവധി നിയമം അനുസരിച്ചാണ് ക്രൈസ്തവ ജനത എവിടെയും ജീവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ ഇരകളായി മാറുന്നതിൻ്റെ കാരണം. പക്ഷേ ഞങ്ങൾ ഇരകളായി മാറിയാലും ഞങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഇപ്പോൾ സ്റ്റാൻ സ്വാമിയെ ജയിലിൽ കൊന്നത് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത്, റിട്ടയർഡ് ജഡ്ജി തന്നെ പറഞ്ഞിരിക്കുന്നത് സ്റ്റാൻ സ്വാമി രക്തസാക്ഷിയാണെന്ന്. സഭയുടെ രക്തസാക്ഷികൾ നാട്ടുകാരുടെ കഴുത്തേക്ക് കയറിയിട്ട് അവർ കൈമേടിച്ച് ചത്ത ആൾക്കാരല്ല. സഭയുടെ രക്തസാക്ഷി എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി ജീവിച്ചിട്ട് സഹനം ഏറ്റുമേടിച്ച വിശുദ്ധന്മാരാണ് സഭയുടെ മുതൽക്കൂട്ടെന്ന് പറയുന്നത്. ഇതാണ് സഭയുടെ സംസ്കാരവും സഭയുടെ പ്രകൃതി. ഇതാണ് സ്വാഭാവികമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും സഭകൾ ഇരകളായി മാറും. അതുകൊണ്ട് തന്നെ നമ്മളും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊരു ചർച്ചയിൽ പ്രധാനപ്പെട്ട ഒരു അവതാരകൻ പറഞ്ഞു,
ക്രിസ്ത്യാനികളും അതുപോലെ തന്നെ മറ്റുള്ളവരെ പോലെ തന്നെ വടിവാളെടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ എടുത്തിരുന്നെങ്കിൽ ഇതുപോലെ ബൈബിളില്ലാത്ത ഈശോ ഒന്നും ഇറങ്ങത്തില്ല. ബൈബിളില്ലാത്ത ഈശോ എന്നും ആക്രമിക്കപ്പെടും ഇവിടെ. എന്തുകൊണ്ടാണ് ഈശോ ആക്രമിക്കപ്പെടുന്നത്? ഈശോയെ ആക്രമിച്ചു കഴിഞ്ഞാൽ ക്രൈസ്തവരെ ആക്രമിക്കാൻ പറ്റും, വിശ്വാസികളെ ആക്രമിക്കാൻ പറ്റും. ഈശോയെ ആക്രമിക്കാൻ തുടങ്ങിയത് എന്നാ? ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ച ആ നിമിഷം തന്നെ ഈശോ ആക്രമിക്കപ്പെട്ട ആളാണ്. പിശാച് വന്ന് ഈശോനെ തൻ്റെ ദൗത്യത്തിൽ നിന്ന് പിന്തിരിക്കാൻ വേണ്ടി പള്ളുപുരങ്ങളിലൂടെ സാത്താൻ വന്നു. സാത്താൻ ഇന്നും തുടരുകയാണ്. ബൈബിളില്ലാത്ത ഈശോനെ അവതരിപ്പിച്ചുകൊണ്ട് സാത്താൻ ജനഹൃദയങ്ങളിൽ നിന്ന് വിശ്വാസം എടുത്തു മാറ്റാൻ നോക്കുന്നു. ഇങ്ങനെ 2000 കൊല്ലങ്ങളായിട്ട് നോക്കിയതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഒരു സന്ദേശമുണ്ടായിരുന്നു. എന്താണ്? ആസ്ട്രേലിയ ഭൂഖണ്ഡം ഈശോ കാണിച്ചു തന്നു. എന്നിട്ട് ഞാൻ ഈ വേദിയിൽ നിന്ന് ആസ്ട്രേലിയ ഭൂഖണ്ഡത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ കേട്ട് കാണുമെന്ന് തോന്നുന്നു. പലരും കൃപാസനോട് വിളിച്ച് പറഞ്ഞതിന് ശേഷം 2 പ്രാവശ്യമാണ് 18-ാം മിനിറ്റിലും 36-ാം മിനിറ്റിലും ആസ്ട്രേലിയ ഈ സ്ഥലത്ത് കർത്താവ് കാണിച്ചു. ഞാൻ പറഞ്ഞു ആസ്ട്രേലിയയുടെ ഭൂഖണ്ഡത്തിൻ്റെ മാപ്പ് കർത്താവ് കാണിക്കുന്നു. എന്തോ സംഭവം അവിടെ നടക്കാൻ പോകുന്നു. ദൈവത്തിന് സങ്കടം വരുന്ന എന്തോ, ദൈവാധിപത്യത്തിന് നിരക്കാത്തത്, സാത്താൻ്റെ എന്തോ വലിയ പ്രവർത്തനം അവിടെ നടക്കാൻ പോകുന്നു. നിങ്ങൾ ആസ്ട്രേലിയ സമർപ്പിച്ച് പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ സംഭവിച്ചത് എന്താ? ആസ്ട്രേലിയയിലെ അതിനുശേഷം 6 ദിവസം കഴിഞ്ഞപ്പോൾ ആസ്ട്രേലിയ പാർലമെൻറ്റിലെ സ്വർഗസ്ഥനായ പിതാവ് നിരോധിച്ചു. അപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, ആസ്ട്രേലിയ എന്നൊരു ഭൂഖണ്ഡമുണ്ടെന്നും ആ ഭൂഖണ്ഡത്തിൽ സ്വർഗസ്ഥനായ പിതാവ് നിരോധിക്കാൻ വേണ്ടി ചില ആൾക്കാരുടെ മനസ്സിൽ ചിന്ത വരുമ്പോൾ തന്നെ 39 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ട്, ഒരു ചിന്ത നിൻ്റെ ഉള്ളിൽ വന്നു കഴിയുമ്പോൾ തന്നെ ദൈവം അതറിയുന്നുവെന്ന്. ദൈവം ജനങ്ങളിലേക്ക് കൈമാറുന്ന ഇതുപോലെയുള്ള ദൈവം സംസാരിക്കുന്ന പ്ലാറ്റ്ഫോമിലേക്ക് സഭയോട് പറയും, പ്ലീസ് പ്രേ ഫോർ ദാറ്റ് എന്ന്. നമ്മൾ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ അവരെടുത്ത തെറ്റായ തീരുമാനം, സാത്താൻ്റെ പ്രവർത്തനങ്ങളെ അത് നിഷേധിക്കപ്പെടുകയും വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പ്രാർത്ഥനകളിലേക്ക് ആ രാജ്യം കടന്നു വരികയും ചെയ്യും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. പ്രവർത്തിക്കുന്ന അനേകായിരം മക്കളെ എല്ലാ രാജ്യങ്ങളിലേക്കും എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും അയക്കണമേ. യേശുവേ ആരാധന 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 ആരാധന. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു. ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേക്കിടുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ രോഗവും എൻ്റെ വേദനയും തിരുപാദത്തിലർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പം ഞാൻ ഈ അപ്പച്ചനോടും അമ്മച്ചോടും എന്നാ പറഞ്ഞെന്നറിയോ? ഈ ലോക്ക്ഡൗൺ കഴിയട്ടെ, നിങ്ങളെ ഞാൻ പ്രത്യേകം കണ്ട് എന്താണ് അവിടെ സംഭവിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിച്ച് കർത്താവിനോട് പ്രാർത്ഥനാപൂർവ്വം ആലോചന ചോദിക്കാം. അതുവരെ നിങ്ങൾ പ്രാർത്ഥനയെ വെയിറ്റ് ചെയ്യുക. ഇനി പൈസ ഇപ്പം അയക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറയാൻ കാരണമെന്ന് വെച്ചാൽ പണ്ടും ഇതുപോലെ ഒരു അപ്പനും അമ്മയും എൻ്റെ അടുത്ത് വരുമായിരുന്നു. അവിടെയും പ്രശ്നം, അവരിതുപോലെ ഒരു പാശ്ചാത്യ രാജ്യത്ത് താമസിക്കുന്നു, മകൻ താമസിക്കുന്നു. അപ്പോൾ അവിടെ മൊബൈൽ ട്രാക്ക് ചെയ്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഈ മാതാപിതാക്കന്മാർ എങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്നുള്ളത് മകനെ അവിടെ ഇരുന്ന് കാണാൻ പറ്റും. കാര്യം നമ്മൾ കാണിക്കൊന്നും വേണ്ട, അത് മൊബൈൽ ട്രാക്കിംഗ് എന്ന് പറയും. പക്ഷേ ഇവിടെ ഇയാൾ എന്ത് സംസാരിക്കുന്നു, എവിടെ പോയി എന്ത് ഡീല് ചെയ്യുന്നു, ആ ഡീലെല്ലാം അവന് കിട്ടും. അവന് കാര്യം IT യുടെ ഭയങ്കര ഉദ്ധാതാണ്. അപ്പം അവൻ ഈ നാട്ടിൽ വന്നപ്പോൾ ഇവരുടെ
മൊബൈലിലത്തെ എന്തോ ഒരു പ്രത്യേക ആപ്പ് അപ്ലോഡ് ചെയ്തിട്ട് ആ ആപ്പ് അനുസരിച്ചുകൊണ്ട് ഇവർ മാതാപിതാക്കന്മാരെ പോകുന്ന സ്ഥലവും സംസാരിക്കുന്ന കാര്യമൊക്കെ അവർ പോയി കഴിയുമ്പോൾ അവൻ അവിടെ നിന്ന് വിളിച്ച് പറയും. അതാണ് ഇവർ അനക്കണില്ല, അവൻ്റെ കൺമുമ്പിലാണ്, മാതാപിതാക്കൾ അവൻ്റെ കൺമുമ്പിലാണ്. എന്നിട്ട് ഇവൻ എന്താ ചെയ്യേണ്ടത്? ഇവനും ഇതുപോലെ 50,000 20,000 ഒക്കെ മാതാപിതാക്കൾ മടക്കിയെന്ന് പോലീസിൽ കൊടുക്കണം, കേസാണെന്നൊക്കെ പറഞ്ഞ് മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റേ. എന്താ അവനുദ്ദേശിക്കണത് എന്താണ്? ഇവനൊരു പെങ്ങളുണ്ട്, അപ്പോൾ അമ്മയ്ക്ക് പെങ്ങളോട് താല്പര്യമാണെന്ന് അവന് ധരിച്ചിരിക്കുന്നു. അതുകൊണ്ട് മാതാപിതാക്കന്മാരുടെ സ്വത്ത് കോടീശ്വരന്മാരാണ്. ആ സ്വത്ത് പെങ്ങൾക്ക് പോകുമോ എന്ന് അവന് സംശയമുള്ളത് കൊണ്ട് അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇതുപോലൊരു ഉഡായിപ്പ് കേസ് ഉണ്ടാക്കിയിട്ട് ആ കേസിലേക്ക് മാതാപിതാക്കന്മാരോട് പൈസ ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇവർക്ക് പൈസ കൊടുക്കാനില്ല. ഇവിടെ വന്നത് വീണ്ടും പൈസ കൊടുക്കാൻ വേണ്ടി അവിടെ പറമ്പ് വിൽക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. ഇങ്ങനെയാണ് ഒരു വിഷയം. അപ്പോൾ ഇതുപോലൊരു കേസ് എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞ് വെയിറ്റ് ചെയ്യാം, 2 ആഴ്ച കഴിയുമ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് സത്യാവസ്ഥ നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞു. കാര്യം ഇവിടെ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. കൃപാസനത്തിലെ സോണിൽ നിൽക്കുകയാണ്. പ്രാർത്ഥനയും പെരുന്നാളൊക്കെ കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ആകപ്പാടെ കൂടിയായിരുന്നല്ലോ. ഗവൺമെൻറ് എല്ലാവരെയും സമാധാനിപ്പിക്കുന്ന രീതിയിൽ ചെയ്തതാണെങ്കിൽ സംസർഗത്തിലൂടെ നമ്മളെ ശ്രദ്ധിക്കാതെ വന്നതുകൊണ്ട് കോവിഡ് കൂടിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് ശാന്തമാകാതെ ഗവൺമെൻറ് ഒരു തീരുമാനം എടുക്കത്തില്ല, അറിയത്തില്ല. ഭയങ്കര സമ്മർദ്ദമാണ് ഗവൺമെൻറ്റിലെ കാര്യം. വ്യാപാരി വ്യവസായികളുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കഷ്ടമാണ്, എല്ലാവരുടെയും കഷ്ടമാണ്. അവിടെ സാധനങ്ങളൊക്കെ ഇരുന്ന് ചീത്തയിൽ പോകുമ്പോൾ ആര് കൊടുക്കും ആ പൈസയൊക്കെ? അപ്പോൾ വ്യാപാരി വ്യവസായികളുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് ഘട്ടം ഘട്ടമായിട്ട് നീതിപൂർവമായൊരു തീരുമാനം എടുക്കണം. കാര്യം പല സാധനങ്ങളും പക്ഷേ ഏറ്റവും റീറ്റെയിൽ വിൽക്കുന്ന ആൾക്കാരില്ലേ, അവരുടെ കാര്യവും കുഴപ്പത്തിലാണ്. അതുപോലെ തന്നെ ലോൺ എടുത്ത് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലേ, ഒരു കാര്യം ചെയ്തിരിക്കുന്ന ആൾക്കാർ, ലോൺ എടുത്ത് ചെയ്തിരിക്കുന്ന ആൾക്കാർ പലിശക്ക് ബാങ്കുകാർ വല്ല കോംപ്രമൈസ് ഉണ്ടാക്കുമോ? ഗവൺമെൻറ് ഇടപെട്ട് ദയവായിട്ട് കോംപ്രമൈസ് ഉണ്ടാക്കണം. കാരണം ലോൺ എടുത്തിട്ട് കോവിഡ് കാലത്ത് പലിശയില്ല, അങ്ങനൊരു തീരുമാനം ഗവൺമെൻറ് എടുക്കണം. അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ മനുഷ്യൻ സർവൈവ് ചെയ്യണത്? ഗവൺമെൻറ് സുപ്രീം കോടതി കൊടുത്തിരിക്കണത് എന്താ? ജനങ്ങൾക്ക് വരുമാനമില്ല, ജനങ്ങൾ വരുമാനമില്ലാതെ സാമ്പത്തിക വ്യവസ്ഥ തകരാറായിരിക്കുന്നു എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം ജനങ്ങളോട് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗവൺമെൻറ് കോവിഡ് കാലത്തുള്ള ലോണെല്ലാം അതിൻ്റെ ഇൻട്രസ്റ്റ് എല്ലാം ബാൻ ചെയ്യണം. ഗവൺമെൻറ് കൊടുക്കേണ്ടി വരും. അങ്ങനെ ഒരു മനുഷ്യത്വമുള്ള പെരുമാറ്റം കാണിച്ചില്ലെങ്കിൽ ഇവിടെ മനുഷ്യൻ കോവിഡ് കഴിയുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും. അപ്പോൾ മനുഷ്യനെ സംരക്ഷിക്കാൻ സ്വാഭാവികമായിട്ട് സാമൂഹ്യമായ സംവിധാനങ്ങൾ കുറച്ചുകൂടി മനുഷ്യോചിതമായ നിലപാടെടുക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. പുതിയ മാർഗത്തിൽ ഇങ്ങനെ തീരുമാനങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആരാധന 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 ആരാധന. ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിൽ നേരിടുന്നു. ഭാവിയും സ്വപ്നങ്ങളും തിരുക്കൈകളിൽ നേരിടുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. എൻ്റെ ഭീതിയും എൻ്റെ ആശങ്കയും തിരുപാദത്തിലർപ്പിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് അതായത് ഇതുപോലെയുള്ള ഗോലിയാത്തുകൾ ജീവിത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ പിന്നിലെ
നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം വെച്ചാൽ നമ്മളെ ഉയർത്താൻ നേരത്താണ് ദൈവം വലിയ പ്രതിസന്ധികളിലേക്ക് നമ്മളെ കൊണ്ടുപോകണത്. അതെൻ്റെ മക്കൾ, ബൈബിളില്ല ഒരു അന്തർധാരയാണത്. എന്താണ്? ഇതിന് വിവേചനം ഉണ്ടാകണം. ഒരു വ്യക്തിയെ ഉയർത്താൻ ദൈവം തീരുമാനിക്കുമ്പോൾ ആദ്യം ചെയ്യണത് അവനെ ഒരു പ്രത്യേക പരീക്ഷയിലൂടെ കൊണ്ടുപോകും. അത് ദൈവമാണങ്ങനെ കൊണ്ടുപോകണമെന്ന് ചിന്തിച്ചിട്ട് ഇവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കും. ഇപ്പം സാത്താൻ വരുമ്പോഴേ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്താണ്? സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. ശരിക്കും പറഞ്ഞാൽ സാത്താൻ തന്നെ തിരിച്ചു വരണം വിചാരിച്ച ഗോലിയാത്തിൻ്റെ രൂപത്തിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ദാവീദ് 18:37 1 സാമുവേൽ 17:37 എന്താ പറയണത്? 1 സാമുവേൽ 17:38 അല്ലെങ്കിൽ അതെ, സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. അനന്തരം സാവൂൾ തൻ്റെ പോർച്ചട്ട ദാവീദിന് അണിയിച്ചു, ഒരു പിച്ചളത്തൊപ്പി അവൻ്റെ തലയിൽ വെച്ചു, തൻ്റെ കവചവും അവനെ ധരിപ്പിച്ചു. 1 സാമുവേൽ 17:37 വായിക്കുക. സ്തുതിക്കട്ടെ, ഹല്ലേലൂയ. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് സംഭവം. അതായത് ദാവീദ് എന്ത് ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗോലിയാത്ത് മുമ്പിൽ വരുമ്പോൾ ദാവീദ് എന്താ ചിന്തിക്കണത്? എന്നെ സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് രക്ഷിച്ച കർത്താവ് തന്നെയാണ് ഇന്നും ജീവിക്കുന്നത്. അപ്പോൾ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ വിശ്വസിച്ച് അതിജീവിച്ച ആ അനുഗ്രഹ മുഹൂർത്തങ്ങളെ നമ്മൾ ഓർക്കണം. അനുഗ്രഹ മുഹൂർത്തങ്ങളെ ഓർക്കണം. ഒരു പ്രതിസന്ധി വരുമ്പോഴേ ആ പ്രതിസന്ധിയെ അല്ല നോക്കണത്, കഴിഞ്ഞ കാലങ്ങളിലുള്ള അനുഗ്രഹ മുഹൂർത്തങ്ങളെ നോക്കണം. അതല്ലേ? അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനെ വേവലാതി കൊള്ളുന്നു? 5 അപ്പം ഞാൻ 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോഴേ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു. അതാണ് എൻ്റെ കർത്താവ് എന്താ ചോദിക്കണത്? അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിനു വേവലാതി കൊള്ളുന്നു? ഒരു ഇല്ലായ്മ വന്നാൽ അപ്പോൾ വേവലാതി കൊള്ളേണ്ട കാര്യമില്ല. എന്ത് ചെയ്യണം? പഴയ കാലങ്ങൾ കർത്താവ് നിന്നെ തീറ്റിപ്പോറ്റിയൊരു കാലമുണ്ട്. അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിന് വേവലാതി കൊള്ളുന്നു? 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു. അപ്പോൾ പഴയ നിയമവും പുതിയ നിയമവും ഒരു വിഷയത്തെ ഉറച്ചു നിൽക്കുകയാണ്. എന്താ നിൽക്കണത്? ഗോലിയാത്ത് വന്നപ്പോൾ സാവൂൾ ഓർത്ത് എന്താണ്? 17:37 എന്താ ഓർത്തത്? സിംഹത്തിൻ്റെയും കരടിയുടെയും മുമ്പിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. പഴയ കാലങ്ങൾ ഓർക്കണമെന്നതിൻ്റെ അർത്ഥം. പഴയ കാലങ്ങൾ ഓർക്കണം. അതുപോലെ തന്നെയാണ് അപ്പമില്ലാത്തതിനെക്കുറിച്ച് വള്ളത്തിൽ നിന്ന് ഇവർ ഡിസ്കസ് ചെയ്തപ്പോൾ ഈശോ പറഞ്ഞു, അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങളെന്തിന് ഉത്കണ്ഠാകുലരാകുന്നു? 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയപ്പോൾ എത്ര കൊട്ട നിറയെ നിങ്ങൾ ശേഖരിച്ചു. അപ്പോൾ പഴയ കാര്യങ്ങൾ ഓർക്കാനാണ് ഈശോ പറയണത്. ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, പഴയ കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണം. കർത്താവേ, പഴയ കാലങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് പുതിയ കാലത്തിന്റെ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ എന്നെ സഹായിക്കണം. ശ്രുതികട ഹല്ലേലൂയ. ആരാധന കർത്താവേ, ഒരുപാട് അനുഗ്രഹങ്ങളെ ഓർക്കുവാൻ വീണ്ടും നീ ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നു അറിയുന്നു ഞങ്ങൾ. കർത്താവേ, ആരാധന ജീവൻ പകരും നിർമ്മല നിമിഷ
നീട്ടി പാടിയ നാഥാ വരേണമേ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ. എന്നിൽ നിറയണമേ നാഥാ വരേണമേ. എന്നിൽ നിറയണമേ. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേടുന്നു. എൻ ജീവിത ദുഃഖങ്ങൾ തിരുക്കൈകളിലേടുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു. എന്റെ രോഗവും എന്റെ വേദനയും തിരുപാദത്തിൽ അർപ്പിക്കുന്നു. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 6-ാമത്തെ തിരുവചനം. 7-ാമത്തെ തിരുവചനം. നാം അപ്പമൊന്നും എടുക്കാത്തത് കൊണ്ടായിരിക്കാം എന്ന് അവർ പരസ്പരം പറഞ്ഞു. 16:8 യേശു ഇതറിഞ്ഞ് അവരോട് ചോദിച്ചു, അല്പവിശ്വാസികളെ, അപ്പം ഇല്ലാത്തതിനെപ്പറ്റി നിങ്ങൾ പരസ്പരം സംസാരിക്കുന്നത് എന്തിന്? നിങ്ങൾ ഗ്രഹിക്കുന്നില്ലയോ? 5000 പേരുടെ 5 അപ്പം നിങ്ങൾ ഓർമ്മിക്കുന്നില്ലേ? ഇതാണ് 16:8 മത്തായിയുടെ സുവിശേഷം. അതായത് എന്തെങ്കിലും പ്രതിസന്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ കഴിഞ്ഞ കാലം ഓർക്കണമെന്നാണ്. കഴിഞ്ഞ കാലത്ത് കർത്താവ് നമ്മളെ സന്ധിച്ച സംഭവങ്ങൾ നമ്മൾ അനുസ്മരിക്കണം. അതിനാണ് മത്തായി ശ്ലീഹായുടെ സുവിശേഷം 16:8 അപ്പമില്ലാത്തതിനെക്കുറിച്ച് നിങ്ങൾ എന്തിന് ഉത്കണ്ഠാകുലരാകുന്നു? അപ്പോൾ ഇത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും നിലപാടൊന്നാണ്. അതായത് ഗോലിയാത്ത് വരുന്നു, അപ്പോൾ സാവൂൾ എന്താണ് വിചാരിക്കണത്? 1 സാമുവേൽ 17:37 സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ്. ഭൂതകാലത്ത് സംഭവിച്ച കാര്യമാണ്. സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും. ദൈവത്തിൽ ഇത് ശാശ്വതമായൊരു ദൈവികമായ നിലപാടാണ്. എന്തെങ്കിലും സങ്കടങ്ങൾ, രോഗങ്ങൾ, കടങ്ങൾ, ഭാരങ്ങൾ, പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് പഴയ കാലങ്ങളെ ഓർക്കണം. പഴയ കാലങ്ങളെ ഓർത്തിട്ട് അവിടെ ദൈവം നിനക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളെ അനുസ്മരിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറയണം, പ്രാർത്ഥിക്കുക. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടെ പെട്ടെന്ന് എൻ്റെ പഴയ കാലങ്ങളിലെ നീ നൽകിയ സന്ധിപ്പിനെ കുറിച്ച് ഓർക്കാൻ അഭിഷേകം ചെയ്യണം. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർക്കുന്ന ഈശോയെ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന ഈശോയെ, പ്രതിസന്ധികളിൽ അത് ഓർക്കുവാനും ശക്തിപ്പെടുവാനും കൃപയുണ്ടാകണമേ. നിറയണമേ
നിറയണമേ. വിശുദ്ധ പത്രോസ് പറയണത് ഇങ്ങനെ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുമെന്നാണ്. ഇങ്ങനെയുള്ള പരീക്ഷണങ്ങൾ, ഗോലിയാത്തിനെ വെച്ചുള്ള പരീക്ഷണങ്ങൾ, പ്രശ്നങ്ങളും രോഗങ്ങളും കടങ്ങളും സങ്കടങ്ങളും വെച്ചുള്ള പരീക്ഷണങ്ങൾ, ഇങ്ങനെയുള്ള സകല സാഹചര്യങ്ങൾ എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. അതാണ് വിശുദ്ധ പത്രോസിന് കിട്ടിയ ഏറ്റവും വലിയ അനുഭവം. അദ്ദേഹം അത് പറയണത് ലോകം മുഴുവനുമുള്ള നമ്മുടെ സഹോദരന്മാരോട് ഇങ്ങനെയുള്ള സഹനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതാണ് 1 പത്രോസ് 5:9. അപ്പം അതിനകത്ത് ആർക്കും ഒഴിവ് കഴിവില്ല. നിങ്ങൾക്ക് മാത്രം എല്ലാവരും ചോദിക്കുകയെ ഞങ്ങൾക്ക് മാത്രം എന്താ ഇത്രയും പ്രയാസങ്ങൾ, മറ്റുള്ളവർക്കെല്ലാം ഭയങ്കര സന്തോഷമല്ലേ എന്ന് ചോദിക്കും. അപ്പം മറ്റുള്ളവർക്ക് നിങ്ങളുടെ ഈ ആഗസ്റ്റ് 3-ാം തീയതി തന്നെ അവർക്കും പ്രശ്നം ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. അവർക്ക് ചിലപ്പോൾ കഴിഞ്ഞ മാസമായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ കഴിഞ്ഞ കൊല്ലമായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ അടുത്ത കൊല്ലമായിരിക്കും അവിടെ പ്രശ്നം വരാൻ പോണത്. അപ്പം നിങ്ങളങ്ങനെ ചോദിക്കരുതെന്നാണ് പറയണത്. കാര്യം ഇപ്പോൾ 1 പത്രോസ് 5:9 കണ്ടില്ലേ? വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവനെ എതിർക്കുവിൻ, തിന്മകളുടെ ശക്തികളെ എതിർക്കുവിൻ. വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട്. അടുത്ത വചനമാണ് ഏറ്റവും രസം. എന്താണ്? ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരന്മാരിൽ നിന്ന് ഇതേ സഹനം തന്നെ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതാണ് സംഭവം. ആർക്കും ഒഴികൊഴിവില്ല. നിങ്ങളങ്ങനെ ചോദിക്കരുത്. ഞങ്ങളല്ലേ ഉടമ്പടി എടുത്തത്, ഞങ്ങൾക്ക് എന്താണ് ഇങ്ങനെ വിഷയം ഉണ്ടാകണത് എന്ന് ചോദിക്കരുത്. എന്താ കാര്യം വെച്ചാൽ ഇപ്പോൾ ഉടമ്പടി എടുത്ത ആൾക്കാർ എല്ലാ ദിവസവും തന്നെ വന്ന് സാക്ഷ്യം പറയുന്നുണ്ട്. ഞങ്ങൾ ഓപ്പണായിട്ട് പറയിപ്പിക്കത്തില്ല, സ്റ്റുഡിയോയിൽ കൊണ്ടുപോയി പറയിപ്പിക്കത്തുള്ളൂ. ഒരാൾ 2 തിരഞ്ഞെടുത്തിട്ട് കാറ്റഗോറിക്കൽ സാക്ഷ്യം, അത് ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളുണ്ട്. അല്ല എന്തെങ്കിലും സാക്ഷ്യം കൊണ്ടുവന്നാൽ അതൊന്നും സ്വീകരിക്കത്തില്ല. ഉടമ്പടി എടുത്തിട്ട് ഉടമ്പടി പ്രകാരം ദൈവം ഇടപെട്ടതാണെന്ന് ഞങ്ങൾക്ക് തോന്നണം അത് കേൾക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും കാര്യം എല്ലാ ഉടമ്പടി സാക്ഷ്യങ്ങളും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിലൂടെയാണ്, അതിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയാണ്. അമ്മ ആഗ്രഹിക്കുന്ന ഒരു കൃപാവര പദ്ധതിയും കൃപാസനത്തിലും ഞങ്ങളുടെ കുടുംബത്തിലും നിറവേറാൻ ഇടയാക്കണമേ എന്ന് ഒരു ജനത ഒരു കാലഘട്ടം മുഴുവൻ പ്രാർത്ഥിച്ചപ്പോഴാണ് അമ്മ ഉടമ്പടി തന്നത്. അപ്പം അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനാണ് ഉടമ്പടി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉടമ്പടിയുടെ ഓരോ സാക്ഷ്യവും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണമാണ്. അമ്മയുടെ കൃപാസനത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട് സമയഘടികാരം കാണിച്ചുകൊണ്ട് ദുരന്തമുണ്ടാകുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആ ആവശ്യമനുസരിച്ച് കൊണ്ട് നമ്മൾ നിരന്തരം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്ക് അമ്മയുടെ ഉടമ്പടി നമുക്ക് തന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കിക്കേ, ഈ ശുശ്രൂഷാലയം ഗേറ്റ് പൂട്ടിയിട്ടുണ്ടെങ്കിലും അത്യാവശ്യം രോഗമായിട്ട് വരുന്നവരെ 1 2 ആയിട്ട് ഞങ്ങൾ, കാര്യം കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരും, രോഗികൾ വരും, അവരൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ അനുവദിക്കുന്നുണ്ട് ശരിക്കും. കാര്യം ഈ കഷ്ടപ്പാട് ഇപ്പം തന്നെ മാറും. നിങ്ങൾക്ക് കൃപാസനത്തിൽ വന്ന് അമ്മയുടെ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോകാനും പ്രാർത്ഥിക്കാനും നവീകരിക്കാനും വിശുദ്ധീകരിക്കാനും ദൈവത്തിൻ്റെ സാക്ഷിയാകാനും സ്വർഗത്തിൻ്റെ സന്തോഷം കൈമുതലാക്കാനും ദൈവം നമ്മളെ താമസവിന അനുഗ്രഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ സഹോദരങ്ങളെ, ഈ ഉടമ്പടിക്കാലത്ത് ഉടമ്പടി പുതുക്കാൻ വേണ്ടി ഒത്തിരി പേര് വരുന്നുണ്ട്. ഇപ്പോഴാണ് ഈ സോണെന്ന് സി സോണിൽ നിന്ന് ഡി മാറിയപ്പോൾ ഞങ്ങളപ്പം കൺട്രോൾ വെച്ചിരിക്കുന്നതാണ്, ഗവൺമെൻറ് പറഞ്ഞിട്ടാണ്. പക്ഷേ ഉടമ്പടി പുതുക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും അവരോട്, എന്താണ് നിങ്ങൾ യൂട്യൂബിൽ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ടോ? കാര്യം ഞാൻ ഈ ഓൺലൈൻ ശുശ്രൂഷകൾ ഒരിക്കലും അസ്തമിക്കാത്ത ശുശ്രൂഷകളാണ് നടന്നിട്ടുള്ളത്. ഈ 1.5 കൊല്ലം മുഴുവനും പകൽ മുഴുവനും ജപമാല, രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഒരു പുതിയ ശുശ്രൂഷ തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? ഉടമ്പടി നൊവേന. അന്നേപ്പം കഴിഞ്ഞപ്പോൾ ഉടമ്പടി നൊവേന. ഉടമ്പടി നൊവേനയ്ക്ക് ഇന്നലെ 23,000 പേരെ പങ്കെടുത്തിരിക്കണത് മിനിയെന്ന്. അപ്പം അങ്ങനെ ഓരോ ദിവസം. അപ്പോൾ അതിന് മുടങ്ങാതിരിക്കാൻ നോക്കണം. പ്രാർത്ഥന മുമ്പത്തേക്കാൾ പരിഷ്കരിച്ച് കർത്താവിൻ്റെ കൃപയെ പ്രാർത്ഥിച്ച് ദൈവം പുതിയ ഉൾക്കാഴ്ചകൾ നൽകിയിട്ട് പ്രാർത്ഥന 9 ഘട്ടമായിട്ട് മാറ്റിയിട്ടുണ്ട്. കാര്യം ഉടമ്പടി എടുത്തവരും എടുക്കാൻ പോകുന്നവർക്ക് ഏറ്റവും നല്ലതാണ് ഉടമ്പടി നൊവേന. വെറും 3/4 മണിക്കൂറേ ഉള്ളൂ. ഒരു 6:15 തുടങ്ങും, അല്ലെങ്കിൽ 6 മണിയാകുമ്പോൾ തുടങ്ങും.
7 മണിയാകുമ്പോൾ തീരും. 1 മണിക്കൂറാണ് മാക്സിമം ഉള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഉപോത്പരമായിട്ട് നിയോഗ ജപമാലയുണ്ട്, അത് 5:15 തുടങ്ങും. ദാറ്റ് മീൻസ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയം ജീവിക്കുന്നവർക്ക് എല്ലാവിധ ഒന്നും മുട്ടിപ്പോയിട്ടില്ല, ഒന്നും കുറഞ്ഞു പോയിട്ടില്ല, ശുശ്രൂഷകളെല്ലാം അതുപോലെ നമ്മൾ അനുഭവിക്കുക. ഇക്കാലങ്ങളിൽ ഓൺലൈനാണ് ശുശ്രൂഷ എങ്കിൽ ദൈവം അത് കൂടാനാണ് പറഞ്ഞിരിക്കണത്. കുർബാനയല്ലേ, കുർബാനയൊക്കെ പോയി അവിടെ തന്നെ കൂടണം. ഒക്കെ ഇവിടെ കള്ളത്തരം പറയണതാണ്, ചുമ്മാ അലവലാതെ ക്രിസ്ത്യാനി കള്ളത്തരം പറയണതാണ്. കാര്യം ഈ കാലങ്ങളിൽ നമുക്ക് വിളമ്പി കിട്ടിയിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം മക്കൾ ഇന്ന് ഓൺലൈനാണ് സംലഭ്യമെങ്കിൽ നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ വിളമ്പണത് ഭക്ഷിക്കാനല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ വിളമ്പണ ഭക്ഷിക്കുക. ഇന്നത്തെ ഈ ഒരു കാലത്തിൽ നമുക്ക് വിളമ്പി കിട്ടിയിരിക്കുന്നത് ഓൺലൈനായിട്ടാണ്, നമ്മളെ ഭക്ഷിക്കണം ഓൺലൈനായിട്ട്. കാരണം എത്രയോ മനുഷ്യരാണ് കുളിച്ചെറിയ കുർബാനക്ക് പോണ പോലെ കുളിച്ചെറിയും മിടുക്കന്മാരും മിടുക്കികളുമായിട്ട് വീട്ടിൽ മൊബൈൽ ഓൺ ചെയ്തിട്ട് TV-യിലോട്ട് കണക്ഷൻ ചെയ്തിട്ട് പള്ളിയിൽ പോയി കുർബാന കൂടുന്ന പോലെ തന്നെ വീട്ടിൽ നിന്ന് എഴുന്നേറ്റൊക്കെ കുർബാന കൂടുന്നവർ. ഓണംപിടി ഇവിടുത്തെ ഈ അവസ്ഥകൾ കഴിയണ കാലത്ത് അവർക്കൊക്കെ ദൈവം തങ്കപ്പതക്കം കൊടുക്കും. എന്താ കാര്യമെന്നറിയാവോ? സന്ദർശനത്തിൻ്റെ സമയം അവരറിഞ്ഞിരുന്നു. ഒരു ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ കൃപയെന്താ? ദൈവത്തിൻ്റെ സന്ദർശനത്തിൻ്റെ സമയം അറിയണതാണ്. ഈ കാലങ്ങളെന്ന് പറയുന്നത് ഓൺലൈനിലൂടെയാണ്. ദൈവം നിൻ്റെ ഭവനത്തെ സന്ദർശിക്കണമെങ്കിൽ അതിലൂടെയുള്ള വചനങ്ങൾ, അതിലൂടെയുള്ള കുർബാന, അതിലൂടെയുള്ള ആരാധന, അതുപോലെയുള്ള ജപമാല എല്ലാം 10 പുറ ഇതാണ്. ഇതെങ്കിലും കിട്ടിയല്ലോ എന്ന് ചിന്തിക്കണം. കാര്യം ഇത് നമുക്ക് ദൈവം തന്ന ഏറ്റവും വലിയ ദാനമാണ്. ദൈവത്തിൻ്റെ കൃപയിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബ് ഉപയോഗിക്കുന്ന ആരാണ്? ക്രൈസ്തവ ജനതയാണ്. എന്താ കാര്യം? ആ ക്രൈസ്തവ ജനതയ്ക്ക് എത്രയോ കാലം മുമ്പ് കർത്താവ് വെളിപാട് നമുക്ക് തന്നില്ലേ? ക്ഷാമത്തിൻ്റെ ഒരു കാലമാണ് വരാൻ പോകുന്നത്. മെല്ലിച്ച പശുക്കളെയാണ്, കൊഴുത്ത പശുക്കളെ കാണുമ്പോൾ മെല്ലിച്ച പശുക്കളെക്കുറിച്ച് നീ ഓർക്കണം. എന്താ കാരണങ്ങൾ? ഇനി മെല്ലിച്ച പശുക്കളുടെ കാലം വരും. കൃപാസനം ഈ നിറഞ്ഞു നിന്നിരുന്നൊരു കാലമുണ്ട്. അന്ന് നിങ്ങളെക്കൊണ്ടെല്ലാം നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയോടെ പറഞ്ഞതാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറഞ്ഞു. കാര്യം എന്താണ്? ഞാനിവിടെ എൻ്റെ സഹപ്രവർത്തകർ പറയും, ഇനി വരാൻ പോകുന്നത് ഒരു സബ്സ്ക്രൈബ്ഡ് ചർച്ചാണെന്ന്. ഇനി വരാൻ പോകുന്ന ഒരു പാരിഷല്ല, ഇനി വരാൻ പോകുന്നത് ഒരു ധ്യാനകേന്ദ്രമല്ല, അതിനേക്കാളുപരി ഒരു സബ്സ്ക്രൈബ്ഡ് ചർച്ച്. സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് കർത്താവിൻ്റെ കൃപ വെളുത്തുമ്പിൽ ആവഹിക്കാൻ കഴിയണ ഒരു കാലമാണ്. അത് കർത്താവ് നമുക്കൊരു വെളിച്ചമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലത്ത് വിളമ്പി കിട്ടണത് ഓൺലൈനാണെങ്കിൽ അത് ഭക്തിയോടെ പോകണം. അല്ലാതെ ചുമ്മാ ഓൺലൈനിൽ പലതരത്തിലുള്ള സംഭവം മനുഷ്യർ കാണുന്നതാണ്. അതുപോലൊരു കാഴ്ചയായിട്ട് മാറ്റാതെ ഇത് കൃപ ലഭിക്കുന്ന ഒരു ശുശ്രൂഷയായിട്ട് ഓൺലൈൻ ശുശ്രൂഷകൾ പങ്കെടുക്കാൻ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധി ഘട്ടങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഈശോയെ അത് നിന്റെ സന്ദർശന സമയമാണെന്ന് വിവേചിച്ചറിയാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ. ചേർക്കണമേ നാഥാ വരേണമേ നേർവഴി കാട്ടേണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇവിടെ നമ്മൾ ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഗോലിയാത്ത് പോലെയുള്ള ജീവിത പ്രശ്നങ്ങൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ, അത് ചിലപ്പോൾ മക്കളിൽ നിന്നാകാം. കർത്താവ് പറഞ്ഞിട്ടില്ലേ, ഒരുവൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുമെന്ന്. മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ 10:36 ഒരുവൻ്റെ ശത്രുക്കൾ അവൻ്റെ കുടുംബത്തിൽ നിന്ന് തന്നെ വരുമെന്ന്. അപ്പോൾ ചിലപ്പോൾ നമ്മുടെ മക്കൾ തന്നെയായിരിക്കാം. ഇപ്പോൾ ഇന്നലെ ഒരു അമ്മ ഇവിടെ ഭയങ്കരമായിട്ട് കരഞ്ഞ്, അച്ഛാ അവൾ ഉടമ്പടി എടുത്തതാണ്. എന്തിനാണ്?
പഠിക്കണ കാര്യത്തിന് അവൾ ഉടമ്പടി എടുത്തതാണ്. പിന്നെ ഇപ്പോൾ എന്താ പറ്റി? ഇപ്പം ഒരു അവിശ്വാസത്തോടെ കൂടെ പ്രേമിച്ച് നടക്കുകയാണ്. അപ്പോൾ അവളുടെ കാര്യം കാണാൻ വേണ്ടി അവൾ ഉടമ്പടി എടുത്തു. അവളുടെ ആത്മാവിൻ്റെ കാര്യം ഇപ്പോൾ അവതാളത്തിലായി. ഇത്രയും നാളെ പഠിപ്പിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന അമ്മ കുടുംബം കണ്ണീരാക്കി. അതാരാണ്? കുടുംബത്തിൻ്റെ ശത്രുക്കളാണ്. കുടുംബത്തിൻ്റെ വിശുദ്ധിക്ക് അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സമാധാനത്തിന്, മാതാപിതാക്കന്മാരുടെ കണ്ണുനീരിന് ആര് കാരണമാകുന്നുവോ കുടുംബത്തിൻ്റെ ശത്രുവാണ് അവർ ചിലപ്പോൾ നാളെ പ്രണയിക്കുകയും ചെയ്യും, പ്രസവിക്കുകയും ചെയ്യും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എല്ലാ പ്രണയവും പ്രസവവും വരെ മാത്രമാണ്. പ്രസവം കഴിയുമ്പോൾ കാര്യങ്ങൾ മാറും. നിങ്ങൾക്കറിയാം, അതാ മനുഷ്യൻ്റെ അനുഭവം. പ്രണയം പ്രസവം വരെ. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ തോന്നും ജീവിതം മുഴുവൻ നേടി ആളെ കെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവളെ കെട്ടിക്കഴിഞ്ഞാൽ നേടുമെന്ന്. അപ്പോൾ കർത്താവിന് അറിയാമായിരുന്നു ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ കണ്ണ് കെട്ടിക്കളയുമെന്ന് കർത്താവിനറിയാം. നീ പറയുന്ന ലോകം നീ നേടുമെന്നാണ് കർത്താവ് പറഞ്ഞത്. പക്ഷേ ഈശോ ചോദിക്കും, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അഥവാ നിൻ്റെ ആത്മാവിന് പകരമായി എന്ത് കൊടുക്കും? നിൻ്റെ ആത്മാവിന് പകരമായി നിനക്കൊന്നും കൊടുക്കാൻ ഇല്ലാത്തടത്തോളം കാലം നിൻ്റെ ആത്മാവിനെ സംരക്ഷിക്കേണ്ട ബാധ്യത നിൻ്റേത് മാത്രമാണ്. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നീ സാത്താൻ്റെ കെണിയിൽ പെട്ടിരിക്കുന്നു. അത് കുടുംബത്തിന് ദോഷമാണെങ്കിൽ ആത്മാവിൻ്റെ നഷ്ടമാണ്. ആ കാര്യങ്ങൾ നീ താമസിച്ചേ അറിയത്തുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ. യേശുവേ ആരാധന 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 അകപ്പെട്ടിരിക്കുന്ന മക്കളെ ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോഴ് ആരെല്ലാം കുടുംബത്തിന് കണ്ണുനീരുണ്ടാക്കുന്നു, അപമാനം ഉണ്ടാക്കുന്നു, അവരാരാ? മത്തായി 10:36 വെച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ ശത്രുക്കളാണ്. ഒരുവൻ്റെ ശത്രു അവൻ്റെ കുടുംബത്തിൽ തന്നെയായിരിക്കുമെന്ന് ഈശോ പറഞ്ഞു. ഇത് മാതാപിതാക്കന്മാർക്കായാലും അല്ലെങ്കിൽ ഭാര്യയ്ക്കായാലും മക്കൾക്കായാലും ഭർത്താവിനായാലും മാറി മാറി ഉണ്ടാകുന്ന വിഷയങ്ങളിൽ എന്നാ ചെയ്യേണ്ടത്? അത് നമ്മൾ ആദ്യം കണ്ടതുപോലെ 1 10 5 9 തന്നെയാണ്. സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. അവരോട് എന്താ ചെയ്യേണ്ടത്? നീ ആദ്യം ഇങ്ങനെ ഒരു വിഷയം, ഒരു ഗോലിയാത്ത് ഉണ്ടാകുമ്പോഴേ എന്നാ ചെയ്യണം? സ്റ്റാൻഡ് അപ്പ് ടു ഹിം സ്ട്രോങ് ഇൻ ഫെയ്ത്ത്. എന്താ ചെയ്യേണ്ടത്? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണം, അവനെ എതിർക്കണം, സാത്താനെ എതിർക്കണം. അത് മകളിലാണ് കൂടിയിരിക്കണമല്ല എന്ന് പറയരുത്. അവിടെ കോംപ്രമൈസ് ഇല്ല. പല അമ്മമാരും എന്തുകൊണ്ടാണ് അവരെ മക്കൾക്ക് നഷ്ടപ്പെടുന്നത്? മക്കൾക്കറിയാം കാര്യം. ഒരിക്കലും ഒരു സ്ത്രീ ഒരു അച്ഛനെ അടിച്ചെടുത്ത്, അച്ഛനെ പ്രണയിച്ചടിച്ചെടുത്തതാണ്. അച്ഛന്മാരുടെ കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ഞാനൊരു വലിയ ദിവ്യ ഗുരുവായിട്ട് പറയുകയല്ല. അതായത് ഈ മേഖലകളിൽ നമുക്ക് വലിയ പ്രാർത്ഥന സഭയ്ക്ക് വേണം. കാര്യം ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു വെല്ലുവിളിയാണ്. ഇക്കാലങ്ങളിൽ ഞങ്ങളുടെ ഏകാന്തതയിലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും ഞങ്ങളുടെ എല്ലാ മേഖലകളിലും ഞങ്ങൾ ഒറ്റയ്ക്ക് സമർപ്പിതരാണ്. അതുതന്നെയാണ് സഭയുടെ വിജയവും അതേസമയം തന്നെ പരാജയവും. എന്താ കാര്യം? എന്തുകൊണ്ടാണ് ആമസോൺ സിനഡ് കൂടിയപ്പോൾ ചില മാധ്യമങ്ങൾ പറഞ്ഞ് ഡീക്കന്മാരൊക്കെ കല്യാണം കഴിച്ച ആൾക്കാരെയൊക്കെ എടുക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ
എല്ലാവരും അത് വിശ്വസിച്ചു. പക്ഷേ ബെനഡിക്റ്റ് മാർപ്പാപ്പ ആ വിഷയത്തിനെതിരായിരുന്നു. എന്താ കാര്യം? ഫ്രാൻസിസ് മാർപ്പാപ്പ അനുകൂലമായിരുന്നു. എന്താ കാര്യം? എങ്ങനെ കാരണം വെച്ചാൽ പലയിടത്തും വൈദികരില്ല. കഴിഞ്ഞ ദിവസങ്ങൾ എന്നെ ധ്യാനിപ്പിച്ച ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പിതാവ്, ബിഷപ്പ് അച്ഛന്മാരുടെ ധ്യാനത്തിൽ വെച്ച് പറഞ്ഞു, ഫിലിപ്പീൻസിൽ 10 ലക്ഷം ആൾക്കാരുണ്ട് ഒരു ദേവാലയം. 10 ലക്ഷം ആൾക്കാരുടെ ദേവാലയത്തിൽ ഒരു രൂപത, ദേവാലയമല്ല, ഒരു രൂപത 10 ലക്ഷം ആൾക്കാരുണ്ട് വിശ്വാസികൾ. പക്ഷേ 100 അച്ഛന്മാരേ ഉള്ളൂ. എന്താ കാര്യം? ബ്രഹ്മചര്യം അനുഷ്ഠിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആളെ കിട്ടണില്ല. അതുകൊണ്ട് ബ്രഹ്മചര്യം അനുഷ്ഠിക്കാത്തവരെ ഈ മേഖലയെ കൊണ്ടുവരാൻ വേണ്ടി സമ്മർദ്ദം നടക്കുന്നു. ഈ സമ്മർദ്ദം എക്കാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബ്രഹ്മചര്യം ഐച്ഛികമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻ്റ് അല്ലാത്ത സഭകൾ നമ്മുടെ രാജ്യത്തുണ്ട്, ഇല്ലേ? വിവാഹം കഴിക്കുന്ന വൈദികർ, അവർക്ക് അവരുടെ ന്യായങ്ങളുണ്ടെങ്കിലും അവരുടെ ആ പ്രശ്നങ്ങൾ അതുകൊണ്ട് അവസാനിച്ചു എന്ന് അവരോട് തന്നെ ചോദിക്കണം. നിങ്ങളുടെ സഭയിൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഈ ബ്രഹ്മചര്യത്തിനോടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാം തീർന്നോ? അപ്പോൾ അവർ പറയാം എന്ത് ചെയ്യണോ, എന്താണ് സംഭവിച്ചിരിക്കണമെന്ന്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഇന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ ആത്മാവിൽ നിറഞ്ഞ് ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ ആരും എടുക്കണതല്ല. നിങ്ങളെ പറയും ബ്രഹ്മചര്യം എടുക്കണേ, കന്യാത്ത വ്രതം എടുക്കണേ. എവിടെ നിന്ന് എടുക്കാൻ? ഇത് ആകാശത്ത് നിന്ന് പൊടി എടുക്കണ പോലെ വലിയ സംഭവമാണിത്. എടുക്കണതല്ല, അഭിഷേകമാണത്. നീ കർത്താവിന് വേണ്ടി ദൈവത്തെ സ്നേഹിച്ച് കഴിയുമ്പോൾ, കർത്താവിനെ ശുശ്രൂഷിക്കാൻ വേണ്ടി കരഞ്ഞ് കർത്താവിനോട് ചോദിച്ച് കഴിയുമ്പോൾ, യു വിൽ ബി അനോയിൻറ്റഡ്. കർത്താവ് എന്നെ സിംഗിളാകാനൊന്നും പറ്റത്തില്ല. ആർക്കാണ് സിംഗിളാകാൻ പറ്റണത്? ഐ ആം നോട്ട് സിംഗിൾ. ചില പറയാം അത് സിംഗിളാണ് അവരെന്ന് പറയാം. ആര് സിംഗിൾ? ഇവിടെ ഒരു സിംഗിളും ഇല്ല. അവൻ്റെ കൂടെ കർത്താവുണ്ട്. അപ്പോൾ എങ്ങനെ സിംഗിളാകണത്? ഒരു വ്യക്തിയിൽ ജീവിക്കണത് പരിശുദ്ധാത്മാവാണെങ്കിൽ അവനെങ്ങനെ സിംഗിളാകണത്? മാനുഷികമായിട്ടുള്ള വിഷയത്തിന് ഇവിടെ പ്രസക്തിയില്ലല്ലോ. ആത്മീയ കാര്യം പറയുമ്പോൾ എന്തിനാണ് മാനുഷിക കാര്യം പറയണത്? അവൻ സിംഗിളല്ല, അല്ലെങ്കിൽ അവൾ സിംഗിളല്ല, അവൾ ഏകസ്ഥയല്ല. അവളെ കർത്താവുണ്ട് അവൻ്റെ കൂടെ. ചിലപ്പോൾ സഭയെ ചില ആൾക്കാർ സഭയെ കല്യാണം കഴിക്കും, ചില ആൾക്കാർ കർത്താവിനെ കല്യാണം കഴിക്കും. എന്താ കാര്യം ചെയ്യണത്? അത് കർത്താവിനെ കല്യാണം കഴിച്ചാലും സഭയെ കല്യാണം കഴിച്ചാലും അനുഭവത്തിൽ അത് ഒന്ന് തന്നെയാണ്. എന്താ കാര്യം? ദൈവത്തിന് വേണ്ടി ജീവിക്കുക, കമ്മിറ്റ്മെൻറ്റാണ്. ഫൈനൽ കമ്മിറ്റ്മെൻ്റ് എന്ന് നമ്മൾ പറയും. ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് തീരുമാനിക്കണം. സിസ്റ്റേഴ്സിന് ഫൈനൽ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ആരാണ് തീരുമാനിക്കേണ്ടത്? ആ സിസ്റ്ററാണ് തീരുമാനിക്കുന്നത്. അവരുടെ ഒരു വില്ലിങ്നെസ് അവർക്ക് വേണേൽ പറയാം, ഞാൻ ആം റെഡി ടു ഫൈൽ കമ്മിറ്റ്മെൻറ്റ്, അത് ലാസ്റ്റ് കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ റെഡിയാണ്. പക്ഷേ സ്വീകരിക്കേണ്ടത് ആരാണ്? ഈ ഇരിക്കുന്ന ആളാണ് സ്വീകരിക്കേണ്ടത്. നിൻ്റെ ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് സ്വീകരിക്കാൻ വേണ്ടി മാത്രം നീ കർത്താവിനെ കല്യാണം കഴിച്ചോ? സമ്പൂർണ്ണമായിട്ടും നിൻ്റെ ഇന്ദ്രിയങ്ങളും മനസ്സും ഹൃദയവും ജീവിതവും ജോലിയും സമർപ്പണവും എല്ലാം കർത്താവിന് വേണ്ടി ആണോ എന്ന് അവൻ പറയുമ്പോഴാണ് നമ്മുടെ ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് സ്വീകരിക്കപ്പെടുന്നത്. ആ ഫൈനൽ കമ്മിറ്റ്മെൻറ്റ് വരെ നമ്മളൊരു മൽപ്പിടുത്തത്തിലാണ്. ഈ മൽപ്പിടുത്തം പോലും കർത്താവിൻ്റെ പദ്ധതി പ്രകാരമുള്ള മൽപ്പിടുത്തമാണ്. കർത്താവ് അറിഞ്ഞുകൊണ്ടുള്ള മൽപ്പിടുത്തങ്ങളാണ്. ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ ഒരു ഗോലിയാത്തം വരത്തില്ല, ഓർത്താൽ മതി. ഒരു വിശ്വാസിക്ക് കർത്താവിൻ്റെ അറിവില്ലാതെ രോഗമായിക്കൊള്ളട്ടെ, ക്ഷീണമായിക്കൊള്ളട്ടെ, മക്കളുടെ ദുർനടപ്പായിക്കൊള്ളട്ടെ, സാമ്പത്തിക കടമായിട്ടുള്ള ദൈവവേദനെ നിൻ്റെ ദൈവം അറിയാതെ നിൻ്റെ ജീവിതത്തിൽ ആരും നിന്നെ തൊടത്തില്ല. നീ തൊടുമ്പോൾ, നീ ഗോലിയാത്തിനെ കാണുമ്പോൾ നീ ഓർക്കണം, സിംഹത്തിൻ്റെയും കരടിയുടെയും കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ച കർത്താവ് ഈ ഫിലിസ്ത്യൻ്റെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിക്കും. നിനക്ക് വിശക്കുമ്പോൾ നീ ഓർക്കണം, 5 അപ്പം 5000 പേർക്ക് വേണ്ടി തീറ്റിപ്പോറ്റിയ എൻ്റെ കർത്താവ് ഈ അവസ്ഥയിലും എന്നെ സഹായിക്കും. അതാണ് ഫെയ്ത്ത്. അതുകൊണ്ടാണ് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയണത് 14:22, നടപടി പുസ്തകം 14:22, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് പറഞ്ഞേ, വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. എന്താണ് സഭയുടെ അപ്പോസ്തലന്മാർ പല പണിയും ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷേ അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലന്മാർ സ്ഥാനത്തിരിക്കണം ഞങ്ങളുടെയും ബിഷപ്പുമാരുടെയും സഭയുടെയും പോപ്പിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട ഉദ്ദേശം അവരുടെ അസ്തിത്വം. വാട്ട്സ് ദ മീനിങ് ഓഫ് ദ അനോയിൻറ്റിങ്?
അവിടെ അഭിഷേകത്തിൻ്റെ അർത്ഥം എന്താണ്? എന്താണ് അഭിഷേകത്തിൻ്റെ അർത്ഥം? എന്താണ്? അതായത് ജനങ്ങളോട് പറയണത് എന്താണ്? വിശ്വാസത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണം. അതാണ് ബിഷപ്പ് പറയേണ്ടത്. ജനങ്ങൾക്കിപ്പോൾ രോഗങ്ങളുണ്ട്, ഭാരങ്ങളുണ്ട്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള മാനസിക അകൽച്ചകളുണ്ട്, കുഞ്ഞുങ്ങളില്ലാത്തവരുണ്ട്, ഉള്ള കുഞ്ഞുങ്ങൾക്കുണ്ട്, സങ്കടങ്ങളുള്ളവരുണ്ട്, സാമ്പത്തിക കടങ്ങളുള്ളവരുണ്ട്. ഇതെല്ലാം വ്രണതമായിട്ടുള്ള ഗോലിയാത്തുമായിട്ട് അടരാടുന്ന ഒരു വിശ്വാസിയോട് സഭയുടെ അപ്പോസ്തലന്മാരുടെ റോൾ എന്താണ്? അതാണ് 14:22. മക്കളെ, എന്തെല്ലാം വിഷയം ഉണ്ടായാലും നിൻ്റെ ദൈവം നിന്നെ കൈവിടത്തില്ല. നീ എന്ത് ചെയ്യണം? വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും പറഞ്ഞേ. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണമെന്നും നിരവധി പീഡനങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെന്നും ഉപദേശിച്ചുകൊണ്ട് ശിഷ്യന്മാരുടെ മനസ്സിനെ അവർ ശക്തിപ്പെടുത്തി. അതാണ് അപ്പോസ്തലന്മാരുടെ റോള്. എന്ത് ചെയ്യണം? താത്വിക ഉപദേശങ്ങൾ നൽകിയിട്ട് മനുഷ്യനെ ഇരുട്ടിൽ തപ്പിക്കരുത്. മറിച്ച് ആ പോയിന്റ്, they must address to the point. They must address to the point of suffering. അവരുടെ സങ്കടങ്ങളിലെ അവർക്ക് തകർച്ച വരാൻ സാധ്യതയുള്ള എന്താണ്? മനസ്സ് ഇടറിപ്പോകും. അതുകൊണ്ട് അവരെന്താ ചെയ്യേണ്ടത്? മനസ്സിൽ ശക്തിപ്പെടുത്തണം. ദാറ്റ് വി ആർ ഡൂയിങ്. കൃപാസനത്തിൽ 30 കൊല്ലമായിട്ട് നടക്കുന്ന ശുശ്രൂഷയാണ്. എന്താണ്? മനസ്സിനെ ശക്തിപ്പെടുത്തുക. ഒരുവൻ അവൻ്റെ സങ്കടങ്ങളും ഭാരങ്ങളും കാരണം അവനെങ്ങാനും വിശ്വാസം നടന്നു പോയാൽ, ദൈവത്തിന് പ്രിയപ്പെട്ടവൻ ഒറ്റപ്പെട്ടു പോയാൽ, ദേ മസ്റ്റ് ബി, അതാണ് അവർക്ക് സ്ട്രെങ്ത് വേണം. അതാണ് സഭ ഇവിടെ നിലനിൽക്കുന്നതിൻ്റെ ഉദ്ദേശം. എന്താണ്? വിശ്വാസികളെ ശക്തിപ്പെടുത്താൻ. കാലമെല്ലാം കഴിഞ്ഞു പോകും. അതിനുശേഷം കർത്താവിൻ്റെ പരീക്ഷണം കഴിയുമ്പോൾ നിന്നെ കർത്താവ് ഉയർത്തും. നിന്നെ ഉയർത്താൻ പോകുന്നത് കൊണ്ടാണ് നിന്നെ ഇപ്പം താഴ്ത്തിയിരിക്കണത്. സ്റ്റാൻഡ് അപ്പ് ടു ഹിം, സ്ട്രോങ് ഫെയ്ത്ത്. അതാണ് പിശാചായാലും ശരി, സ്റ്റാൻഡ് അപ്പ് ടു ഹിം. 1 പത്രോസ് 5:9. സ്ട്രോങ് ഫെയ്ത്ത്. നീ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പ്രാർത്ഥിക്കുക. കർത്താവേ, എല്ലാ സങ്കടങ്ങളിലും വിശ്വാസത്തിലെ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തെയും സാത്താനെയും പ്രതിരോധിച്ചുകൊണ്ട് കരുത്ത് പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്തിനെതിരായ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ നാം ഉറക്കെ പ്രഖ്യാപിക്കാനുള്ള
നിമിഷമിതാ തിരുജീവൻ പകരം നിർമ്മല നിമിഷമിതാ മമനാഥനെ സ്തുതി പാടിടും മനവേലകൾ നീട്ടി പാടിടും മമനാഥനെ സ്തുതി പാടിടും നീട്ടി പാടിടും ഈശോ നിമിഷമിതാ തിരുജീവൻ നിർമ്മല നിമിഷമിതാ മമനാഥനെ സ്തുതി പാടിടും നീട്ടി പാടിടും സ്തുതി നിമിഷമിതാ തിരുജീവൻ പകരം നിർമ്മല നിമിഷമിതാ മമനാഥനെ സ്തുതി പാടിടും മനവേലകൾ വീട്ടി പാടിടും മമനാഥനെ സ്തുതി പാടിടും മനവേലകൾ വീട്ടി പാടിടും ഒരുമിച്ച് പാടില്ല എന്നിൽ നിറയണമേ നാഥാവരണമേ വരണമേ എന്നിൽ നിറയണമേ. കർത്താവേ, അങ്ങയുടെ ദാസൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 63:3 പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കാരുണ്യം ജീവനേക്കാൾ വലുതാണ്. കർത്താവേ, ആ കാരുണ്യം, ജീവനേക്കാൾ വലുതായ കാരുണ്യം, പാപത്തെക്കാൾ വലുതായ കാരുണ്യം, ഒരു മനുഷ്യൻ്റെ പശ്ചാത്താപത്തെക്കാൾ വലുതായ കാരുണ്യം ഇപ്പോഴ് നാനാജാതി മതസ്ഥരെ, വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളിലുള്ളവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്നെ നാഥനും രക്ഷകനുമായി ഏറ്റു പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടെ രോഗങ്ങളിലെ കർത്താവേ നിന്റെ കൈകൾ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അന്തെൻ്റെ കണ്ണുകളിൽ ചേർപ്പൂച്ചിക്കൊണ്ട് അവൻ്റെ കണ്ണുകൾ തൊട്ട് പ്രാർത്ഥിച്ച നിന്റെ ദൈവത്തെ
മഹത്വത്തിൻ്റെ കൈകൾ കർത്താവേ രോഗികൾ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ആത്മീയ കൈകൾ കർത്താവേ ഇപ്പോൾ രോഗികൾ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. തൊണ്ടവേദന ഉള്ളവരെ, തൈറോയിഡ് ഉള്ളവരെ, ടോൺസൈറ്റ് ഉള്ളവർ കർത്താവേ അവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശ്വാസകോശ രോഗികളെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തൈറോയിഡ് ബാധിച്ചവരെ, കോവിഡ് ബാധിച്ചവരെ, ശ്വാസകോശങ്ങൾ കർത്താവേ തിങ്ങിപ്പോയവരെ, ശ്വാസമെടുക്കാൻ പറ്റാത്തവരെ കർത്താവേ, വെന്റിലേറ്ററിൽ കിടക്കുന്നവരെ തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ 5:6 പ്രാർത്ഥിക്കുന്നു കർത്താവേ. സുഖം പ്രാപിക്കാൻ നിനക്ക് ആവശ്യമായ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ച കർത്താവേ, എല്ലാവരും കർത്താവേ ആഗ്രഹത്തോടെ അങ്ങനെ തിരുസന്നിധിയിൽ കർത്താവേ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കൃപാശ്രമെന്ന് ശിലോഹക്കുളം കർത്താവേ നിന്റെ ദൈവദന്മാരെ കലക്കുന്ന ഈ നിമിഷങ്ങൾ കർത്താവേ അനേകം മക്കളെ കർത്താവേ സൗഖ്യപ്പെടുത്തണമേ. ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഉദരരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. സുഖപ്പെടുത്തണമേ കർത്താവേ. എല്ലാ മക്കളെ കർത്താവേ ഹൃദയരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. ഹൃദയരോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. കരൾ രോഗികളെ സുഖപ്പെടുത്തണമേ കർത്താവേ. കർത്താവേ തുടരണമേ കർത്താവേ. കർത്താവേ തുടരണം കർത്താവേ. അടിപ്പിടർ പോലെ വൈദാക്കാലം പോലെ ദൈവികമായ ശക്തി, അടിവിപ്പിടർ പോലെ ദൈവികമായ ശക്തി അവലേക്ക് ആവശ്യിക്കട്ടെ കർത്താവേ. ആത്മാവിനെ പ്രാർത്ഥിക്കാൻ കഴിയാത്തവരിലെ പരിശുദ്ധാത്മാവിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന എൻ്റെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്ത് കർത്താവേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. മക്കളില്ലാത്തവരെ സ്പർശിക്കണമേ. മക്കളെ കൊണ്ട് വേദന അനുഭവിക്കുന്നവരെ, മക്കളെ കൊണ്ട് കണ്ണുനീർ അനുഭവിക്കുന്നവരെ സ്പർശിക്കണമേ. യേശുക്രിസ്തുവിന്റെ ഉന്നതമായ നാമത്തിലെ സകല രോഗങ്ങളും ഈ നിമിഷം യേശുനാമത്തിലെ സൗഖ്യമാകട്ടെ. വരേണമേ സൗഖ്യം തരേണമേ നാഥാ വരേണമേ. ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കട്ടെ, എല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കട്ടെ. നിങ്ങളെ സ്പർശിക്കുന്ന സമയമാണ്. ശരീരത്തിൽ കുരുക്കളുള്ളവരെ കുരുക്കളെ, ശരീരത്തിൽ കുരുക്കളുള്ളവരെ കുരുക്കളെ കർത്താവ് മായ്ച്ചു കളയുന്ന സന്ദേശമുണ്ട്. നിൽക്കട്ടെ. അലർജിയുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. പല വരാത്തവരും എപ്പോഴും മോണക്സിയലിന്റെ അസുഖമുള്ളവരെ സുഖപ്പെടുത്തുന്ന സന്ദേശമുണ്ട്. സൂചിച്ചോട് നിൽക്കട്ടെ. കർത്താവ് കണ്ണുകളെ കാണിച്ചു തരുന്നുണ്ട്. വലത് കണ്ണുകളെ കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. കളർ മാറ്റമുള്ള വലത് കണ്ണുകളെ കർത്താവ് സ്പർശിക്കുന്ന സന്ദേശമുണ്ട്. സൂചിച്ചുകൊണ്ടിരിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. സൗഖ്യം ഒരുമിച്ച് പാടാം. ഈശോ ഈശോ അങ്ങയും പാവന നിമിഷമേ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് തിരുജീവൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പ്രഗ്നൻസിക്ക് കുഴപ്പമുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ ഉദരത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർ മക്കളായിരിക്കും,
പ്രഗ്നൻ്റായിട്ടുള്ളവർ അവർ ചിലപ്പോൾ വീട്ടിലോ ഡ്യൂട്ടി ചെയ്യുന്നൊക്കെ സമയമായിരിക്കാം. അമ്മമാർക്ക് സ്വന്തം വയറ്റിലേക്ക് വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്, മക്കളെ ഓർത്തുകൊണ്ട്. പ്ലീഹായും അതുപോലെ തന്നെ കട്ട് പാങ്ക്രിയാസിന് രോഗമുള്ളവർ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. പക്ഷേ ഷുഗർ രോഗികൾ, ഒരു ഭക്ഷണവും കഴിക്കാൻ പറ്റാത്തവർ, ഭക്ഷണത്തിന് അലർജി ഉള്ളവർ, അവരെല്ലാം ഉദരത്തിൽ നാക്കിലോ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കളെ, കർത്താവ് നിങ്ങൾ ഇപ്പോൾ കർത്താവ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓപ്പറേഷന് വിധേയമാകുന്നവരെ കുറിച്ചാണ്. കത്രിക ഒരു സന്ദേശമായിട്ട് കാണിക്കുകയാണ്. ഓപ്പറേഷൻ വിധേയമാകാൻ പോകുന്നവരെ, അവരെവിടെയാണ് ഓപ്പറേഷൻ ആകാൻ പോകുന്നവരെ ആ സ്ഥലത്ത് കൈവച്ച് പ്രാർത്ഥിക്കണം. തീർച്ചയായിട്ടും നിങ്ങളുടെ ഓപ്പറേഷൻ നിങ്ങൾ പറയുന്നതിനേക്കാൾ നേരത്തെ തീരും. കർത്താവിൻ്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ അവിടെ ഉണ്ടാകും. നിങ്ങൾ ധൈര്യമായിരിക്കാൻ കർത്താവ് പ്രത്യേകം ആവശ്യപ്പെടുന്നു. പോസ്റ്റ് ഓപ്പറേഷൻ കഴിഞ്ഞവരെ, അതിൻ്റെ ഭവിഷ്യത്തുകളും ചികിത്സയിലിരിക്കുന്നവരെ, അവരെ എവിടെയാണ് ഓപ്പറേറ്റ് ചെയ്തത് അവിടെ കൈവച്ച് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കളെ ഇപ്പോഴും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ തിരുസന്നിധിയെ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവേ, നിൻ്റെ തിരുമുറിവാർന്ന വലത് കരം എന്തിനെല്ലാം വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം പ്രാർത്ഥിക്കുന്നു കർത്താവേ, ഒരു കുഞ്ഞിനെ പോലും കൈവിടല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ. അവിടെ യോഗ്യത നോക്കിയല്ല, നിൻ്റെ പീഡാനുഭവത്തിൻ്റെ യോഗ്യത, നിൻ്റെ കുരിശുമരണത്തിൻ്റെ യോഗ്യത, നിൻ്റെ തിരുമരണത്തിൻ്റെ യോഗ്യതയാൽ ആശ്രയിച്ചുകൊണ്ട് അടിയം പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ കർത്താവേ, നിൻ്റെ അറിവോടും അനുവാദത്തോടും നിൻ്റെ നിയോഗത്തോടും കൂടിയാണ് പരിശുദ്ധമ്മ ഈ ആൾത്താരയിൽ സമയഘടികാരം നെഞ്ചിലേറ്റിക്കൊണ്ട് പ്രത്യക്ഷപ്പെട്ടതെങ്കിൽ ആ പ്രത്യക്ഷഗണത്തിന് സ്ഥിരീകരണത്തിന് അടയാളം ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, ആ മേഖലകളെല്ലാം ആരെല്ലാം എവിടെയെല്ലാം എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്നുള്ള വചനം കർത്താവേ നീ അമ്മയോട് പറഞ്ഞതാണ്. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് കർത്താവേ നീ സക്കറിയാവിനോട് പറഞ്ഞതാണ്. കർത്താവേ, സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗങ്ങളെല്ലാം ദൈവത്തിൻ്റെ മനസ്സതാണ്. മനുഷ്യന് സാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. കർത്താവെ, ആ ഒറ്റ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്. കടം കയറി മുടിഞ്ഞവരുണ്ട്, ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട്, വാടക താമസിക്കുന്നവരുണ്ട്, കർത്താവെ ഒറ്റയ്ക്ക് കൊടുത്തവരുണ്ട്, സമ്പത്തിൽ പലിശ കയറി പോകുന്നവരുണ്ട്, കർത്താവെ വരുമാനം ഇല്ലാത്തവരുണ്ട്, ജോലി നഷ്ടപ്പെട്ടവരുണ്ട്, കർത്താവെ ജോലി ഇല്ലാത്തവരുണ്ട്, കർത്താവെ പഠിക്കാൻ പോകുന്നവരുണ്ട്, കർത്താവെ വിദ്യാർത്ഥികൾ പോകുന്നുണ്ട്, കർത്താവെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കർത്താവെ റിസൾട്ട് വന്നതിന് ശേഷം പുതിയ വിദ്യാഭ്യാസത്തിന് ഉപരി വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നുണ്ട്, കർത്താവെ അതിനുവേണ്ടിയുള്ള യോഗ്യത പരീക്ഷ എഴുതിയവരുണ്ട്, കർത്താവെ എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവിൻ്റെ കരുണ, കർത്താവിൻ്റെ കൃപ അവരിലേക്കെല്ലാം അടിപ്പിണർ പോലെ ഈ നിമിഷം ആവശ്യിക്കട്ടെ. കർത്താവിന് സത്യം ആവശ്യിക്കട്ടെ. എല്ലാ ദുരിതങ്ങളുടെ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. സൗഖ്യം തരേണമേ, നാഥാ വരേണമേ, എന്നിൽ നിറയണമേ, നാഥാ വരേണമേ, ചേർക്കണമേ, നെഞ്ചിൽ ചേർക്കണമേ. ഇപ്പോഴും ക്യാൻസറുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഈശോ ആവശ്യപ്പെടുന്നു. ചെറിയ കുരുവ തുടങ്ങിയിട്ട് പിന്നീട് ഇത് പൊട്ടി അറിഞ്ഞു വന്നപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാണ്. ആ രോഗികളെ കർത്താവ് ഇപ്പോഴും സൗഖ്യപ്പെടുന്നതായിട്ട് സന്ദേശമുണ്ട്. ആ വ്യക്തികൾ ആ പരിവിൽ തൊട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ആന്തരികമായ എല്ലാ അവയവങ്ങളും ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കർത്താവെ, എന്നെ നിൻ്റെ സാക്ഷിയാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കണം. ഞാനിതിൽ സുഖപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ ഏറ്റവും വലിയ ദാസനും ദാസ്യമായി കർത്താവിന് വേണ്ടി പ്രേക്ഷിത വരെ ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ശിഷ്ടകാലം ഞാൻ സുവിശേഷത്തിൻ്റെ ശുശ്രൂഷകനായിരിക്കും, ശുശ്രൂഷയായിരിക്കും തീരുമാനമെടുക്കുക. ദൈവത്തിനെ ഇപ്പം കർത്താവ് നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ.